അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്നത് കരുണയുടെ ഏറ്റവും അനുഗ്രഹീതമായ ദിനരാത്രങ്ങളാണ്. കാരുണ്യമെന്നത് ഒരു മനുഷ്യനിൽ നിന്ന് തന്റെ കൂടെ ജീവിക്കുന്നവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഉത്തമ മൂല്യങ്ങളിലൊന്നാണ്. ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൽ നിന്ന് അങ്ങേയറ്റം കൊതിക്കുന്ന ഏറ്റവും വലിയ ഔദാര്യവും അവന്റെ കരുണയാണ്. കരുണയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ ആധാരമെന്ന് പറയുന്നത്. അന്യോന്യം കരുണ കാണിച്ച് മൂല്യത്തോടെ സ്നേഹത്തോടെ ജീവിച്ച് മനുഷ്യർക്ക് മുന്നിൽ കരുണയുടെ അടയാളങ്ങളായി ജീവിക്കാൻ കഴിയുക എന്നതാണ് ഒരു ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കാത്തവന് ആകാശത്തിലുള്ളവന്റെ കാരുണ്യം ലഭിക്കുന്ന പ്രശ്നമേയില്ല. ആകാശത്തിലുള്ളവന്റെ കരുണ തന്റെ കൂടെ ജീവിക്കുന്നവർക്ക് കരുണ കൊടുക്കുന്നുണ്ടോ എന്നതിനടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് ചുരുക്കം. തന്റെ നിയന്ത്രണത്തിലുള്ള, പരിഗണനയിലുള്ള, സ്നേഹവലയത്തിലുള്ള കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് നമ്മൾ കരുണ കാണിക്കുന്നുവെങ്കിൽ ആകാശത്തിലേക്ക് കൈ ഉയർത്തി നമുക്ക് കരുണയ്ക്ക് വേണ്ടി ചോദിക്കാൻ അർഹതയുണ്ട് എന്നർത്ഥം. തന്റെ കൂടെയുള്ള മനുഷ്യരോട് കാരുണ്യം ലേശം കാണിക്കാതെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടി കൊതിച്ച് ഈ റമദാനിന്റെ 10 ദിനരാത്രങ്ങളിൽ നോമ്പെടുത്തും ഇബാദത്തുകൾ ചെയ്തും ജീവിതത്തെ ധന്യമാക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നർത്ഥം. കരുണക്കർഹരാകുക, എന്നിട്ട് കരുണയ്ക്ക് വേണ്ടി തേടിക്കൊണ്ടേയിരിക്കുക. പരിശുദ്ധ ദീന് നമുക്ക് നൽകുന്ന ഏറ്റവും മഹിതരമായ മൂല്യവും സന്ദേശവും അതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.